ആസ് എ കോച്ച് ഞാൻ കേൾക്കുകയാണ്, കപ്പ് കിട്ടിയ നമുക്ക് എന്താണ് ചെയ്യുന്നത്? കട പോയിട്ട് ഒരു കൊലയില്ലേ. ഹായ് ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എറണാകുളത്ത് വെച്ച് നടന്ന ഡെക്കാത്തോണിൻ്റെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ട്രെയിനറായിട്ടുള്ള ശരത്തേട്ടനാണെങ്കിൽ കോമ്പറ്റീറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരത്തേട്ടനും ഞാനും ശരത്തേട്ടൻ്റെ ചേട്ടനും പിന്നെ ഗോകുലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അനിരുദ്ധുമായിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളത്തിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ബാ. ഗൈസ്, ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് നിർത്തി ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഗൈസ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രോ റൈഡർ ഗോകുൽ. കാണുന്ന പോലെ അല്ല, ആൾ മിസ്റ്റർ തിരുവനന്തപുരമാണ്. അതായത് നമ്മൾ ആ കോമ്പറ്റീഷൻ ഇറങ്ങാൻ പോണത് ശരത്തേട്ടമ്പയ്യാണ്. ചേട്ടൻ ചേട്ടൻ ഹായ് കൊടു. അല്ല അത് കുഴപ്പമൊന്നുമില്ലടാ, ഒരു ദിവസമല്ലേ പിന്നെ പറ്റും. ഒരു ദിവസത്തെ ചീറ്റായിട്ടല്ലേ ഗൈസ്. അപ്പം കഴിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എറണാകുളം ഡെക്കാത്തോണിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി വെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരത്തേട്ട അത് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി നല്ല തിരക്കൊക്കെയാണ്. എനിക്ക് ഇവിടെ കണ്ടിട്ട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനായിട്ട് തോന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഇൻഫ്ലുവൻസേഴ്സിനെയാണ് കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ ഫുൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. ഗൈസ്, വെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫാങ്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആരാന്ന് കണ്ടു നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ചഞ്ചൽ, വാവാച്ചി എന്ന് വിളിക്കുക. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ എൻ്റെ ഫാങ്കളൊന്നുമല്ല, പുള്ളിക്കാരി എൻ്റെ ചേച്ചിയാണ് ഗൈസ്. അപ്പോൾ അവളെ എറണാകുളത്തെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ അവളെ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഗൈസ്, നമ്മൾ വന്ന വണ്ടിയാണ് ചെറിയ കംപ്ലൈൻറ്റ്. അങ്ങനെ ഗോകുലും അനിരുദ്ധും കൂടെ ആണെങ്കിൽ വണ്ടി ശരിയാക്കാൻ പോയി. അങ്ങനെ ഞാനും ശരത്തേട്ടൻ്റെ ചേട്ടനും കൂടെ ആയിട്ട് ഊബറിൽ ഒരു ഓട്ടോ വെച്ചിട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന കോളേജിൻ്റെ അടുത്ത് റൂം കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നിട്ട് നമുക്ക് റൂമൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം പിന്നെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നേരെ നടന്ന് നമുക്ക് ലാസ്റ്റ് നമുക്ക് റൂം കിട്ടി. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഫ്രഷായി. ഇവിടെ വേറൊരുത്തനത് ആ പോസൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ കാണാൻ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ. അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോൾ രണ്ടെണ്ണാമത് ബാക്കിൽ നിന്ന് ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഒരു കണ്ണാടി കണ്ട പിന്നെ ഫ്ലെക്സ് ചെയ്യാതെ വിടൂല. അത് ജിമ്മിൽ പോണ ഏത്ത ആണുങ്ങളായാലും ഗേൾസ് ആയാലും എല്ലാവരും അതങ്ങനെയാണ്. നമ്മളെ കണ്ടുകൊണ്ട് അടുത്ത ആളത് പോസ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഇവിടെ സ്ലോയില് കോൺഫിഡൻസ് ആയിട്ട് ഗൈസ്, ഇന്നാണ് കോമ്പറ്റീഷൻ ഡേ. അപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് ഞാൻ കണ്ണാടി വന്ന് മുഖം നോക്കാൻ വന്നത് രണ്ടെണ്ണം അത് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗിൽ വന്ന് ഇരിപ്പുണ്ട്.
രാവിലെ തന്നെ ശരത്തേട്ടനെ പോസിംഗ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഗോഗിൽ പോസിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ കാലത്ത് ഏത് കാലം കൂടുതൽ അത് കൂടുതൽ ലെഫ്റ്റ് റൈറ്റിനേക്കാൾ ലെഫ്റ്റ് കൂടുതൽ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലോട്ട് വന്നപ്പോൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ചായയും കുടിച്ച് ശരത്തേട്ടന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചപ്പാത്തിയും പഴവും വാങ്ങണം ഗൈസ്. അപ്പോൾ അതും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഗൈസ്. ഇവിടെ ഒരു പഴക്കൊല കട പോലും ഇല്ല, എന്ത് പറയാനാണ്. രാവിലെ തന്നെ നല്ല ഓട്ടമാണ്, നമ്മൾ ഇന്നലെ മുതൽ ഫുൾ ഓട്ടമാണ്. ഇവിടെ ഒരു കട പോയിട്ട് ഒരു പഴക്കൊലയില്ല. നമ്മൾ നല്ലതാണെങ്കിൽ വല്ലതെങ്കിലും കാണാം. ഒരു കൊലക്കട പോലും ഇല്ല, ഒരു കൊലക്കട, ഒരു ചെറിയ കടയിലെങ്കിലും കൊലയെങ്കിലും കാണും. ഇവിടെ അതൊന്നും കണ്ടപോലുമില്ല ഗൈസ്. പഴം കിട്ടാതെ നമ്മളൊരു കടയിൽ നിന്ന് പഴം വാങ്ങിച്ച ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകാതെ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ പഴം അതാ നിൽക്കുന്നത്. അവസാനം നമുക്ക് പഴം കിട്ടി. അങ്ങനെ അന്വേഷിച്ച് നടന്ന അവസാനം നമുക്ക് അങ്ങനെ പഴം കിട്ടി ഗൈസ്. ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മൾ തോന്നുന്നു കപ്പടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ കപ്പ് തോക്കുക. വന്നപ്പത്തോട്ട് നമ്മൾ ഓടെയാണ്. ആദ്യം വാങ്ങിച്ച പഴം കാണിച്ചില്ല, അതൊന്ന് കാണിച്ചോളൂ. ആ പഴമാണ് കാണാൻ, ഈ പഴമാണ് കാണാൻ കൈസ്. കണ്ട എന്തോന്ന് പറയാൻ കൈസ്. പൊന്നോ ചപ്പാത്തി തല്ല് മടല് ദോശ. അയ്യോ എല്ലായിടത്തും കഴുകുക. ശരത്തിനുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ശേഷം ശരത്തിൻ്റെ റൂമിലാക്കിയിട്ട് നമ്മൾ കോമ്പറ്റീഷൻ നടക്കുന്ന കോളേജിലോട്ട് പോവുകയാണ്. അപ്പം രാവിലെ തന്നെ ഗോകുലിൻ്റെ വണ്ടി ശരിയായി കിട്ടി. അപ്പോൾ ഇന്നലെ വന്നിട്ട് നമുക്ക് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, കറങ്ങാനൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന നൈറ്റ്. അപ്പോൾ അതൊന്നും നടന്നില്ല, അവൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കോമ്പറ്റീഷൻ കാണുന്ന അവിടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് കറങ്ങിയിട്ടും കൂടെ വരാമെന്ന് വിചാരിച്ചത്. ഇതാണ് കോമ്പറ്റീഷൻ നടക്കുന്ന ST ആൽബർട്ട് കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്കൂളിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യും. ഇവിടെ കുറേ പയ്യന്മാർ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. സ്കൂട്ടിൽ പോയ പയ്യന്മാർ എന്നെ തിരിഞ്ഞിരുന്നിട്ട് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അതൊന്ന് വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പം അംബാസിഡർ ആണെങ്കിൽ ഇവിടെ എല്ലാവരും മറ്റേ ഔഡി ബെൻസ് ആ ഒരു സൂപ്പർ കാറിൻ്റെ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനൊരു വില കൊടുക്കാത്ത ആൾക്കാരുണ്ട്, ഞാൻ ഓൾറെഡി പറയാം. അപ്പം ഇവിടെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ട്. ഗൈസ് രാവിലെ ഗോകുൽ വണ്ടി എടുക്കാൻ പോയതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് ആ ഹോട്ടലിലോട്ട് വന്നു. അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അങ്ങ് ചെന്നത്. പക്ഷേ അവിടെ ഫുഡ് തീർന്നു ഗൈസ്. പിന്നെ നമ്മൾ നേരെ കോളേജിലോട്ട് പോയി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗോകുൽ പ്രോനെ കണ്ട്. അതിനുശേഷം നമ്മൾ കോളേജിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇവിടെ ഒടുക്കത്തെ തിരക്ക്. ആൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വയ്യ. കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തൊന്നും നേരെ കോമ്പറ്റീഷൻ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ജനലിൻ്റെ വെളിയിൽ കൂടെയാണ് കോമ്പറ്റീഷൻ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ധീരജ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ വന്ന പയ്യനാണ്. അപ്പോൾ ഇവനും കോമ്പറ്റീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഗൈസ് ഈ ഒരു 3 പേർ എൻ്റെ സീനിയേഴ്സ് ചേട്ടന്മാരാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗോകുൽ പ്രോന് ഇജാസിനെ വീണ്ടും കണ്ടു. അവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഇജാസിൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ അടുത്തും പോയി ഫോട്ടോ എടുത്തില്ല, കാരണം അവർ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കാണെന്ന് നിന്നില്ല. ഓൾറെഡി അടുത്ത് ഫുൾ തിരക്കാണ്.
ഗൈസ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗോകുലിന് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നു. അപ്പോൾ അവിടെമാർ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ഓൾറെഡി രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ലൈമ് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു എന്തെങ്കിലും സ്നാക്സ് ഐറ്റമായിട്ട് എന്തെങ്കിലും വേണം, ചിക്കനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഒരു ചിക്കൻ ബോൾ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഗൈസ് ഈ റെസ്റ്റോറൻറ്റിൽ എനിക്ക് പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണെങ്കിൽ ജീരക വെള്ളമാണ്. അപ്പം ജീരക വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇതുപോലെ ബിരിയാണി അല്ലെങ്കിൽ മന്തി റൈസ് കഴിക്കുന്ന സമയത്ത് നമ്മളത് കുടിക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലോട്ടിങ് കുറയ്ക്കാനും കൂടെ ഇത് സഹായിക്കും. ഇവർക്ക് കിട്ടിയ സലാഡ് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിച്ച് നോക്കിയത്, സാധനം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, അടിപൊളി ഐറ്റം വരുന്നു. ലെമണും ചാട്ട് മസാല അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അടിപൊളി സാധനം വരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ചിക്കൻ ബോൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ അതിൽ സുഗിയൻ അല്ലെങ്കിൽ മോദകത്തിൻ്റെ ഷേപ്പാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോ ആയിട്ട് പറഞ്ഞൊരു മിക്സിങ്ങാണ് സംഭവം. നിങ്ങളൊരു ആവറേജ് മോദക ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സാധനം ഇഷ്ടപ്പെടത്തില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ മറൈൻ ഡ്രൈവ് വന്ന് നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നമ്മളങ്ങനെ മറൈൻ ഡ്രൈവിലെത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ കപ്പൽ കാണാം, കണ്ടോ കപ്പൽ. ഇവിടെ രണ്ടുപേരും ഫോട്ടോഷൂട്ടിലാണ്. ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ ഇറങ്ങി നേരെ ഇനി ശരത്തിനെ കൊണ്ട് കോളേജിലോട്ട് പോകണം. കപ്പ് കിട്ടിയ നമുക്ക് എന്താണ് ചെലവ്? അത്ര എന്തുവാണ് ചെയ്യാം? കപ്പ് കിട്ടിയ പാലിക്കണം, കോച്ചിന്റെ ശാപം കിട്ടും. ഭാവി കാണുന്നുണ്ട്. ഗൈസ് ഇതാണ് പ്രൊഫഷണൽ കോച്ച്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കി വെച്ചോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യപ്പെടും നോക്കി. ഗൈസ് ശരത്തേൻ്റെ കോമ്പറ്റീഷൻ എന്തായാലും ലേറ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ ശരത്തേൻ്റെ സീനിയർ ബോഡി ബിൽഡിംഗ് ആണ്, അത് ലേറ്റും ലാസ്റ്റാണ് വരുന്നത്. എന്തായാലും നൈറ്റൊക്കെ ആയിരിക്കും ശരത്തേൻ്റെ കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് വലിയ ഫാൻ. ഗൈസ് കോളേജിലാണെങ്കിൽ ചെറിയ രീതിക്കുള്ള ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഗോകുലാണെങ്കിൽ ഇവിടെ നല്ലപോലെ പമ്പിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചെസ്റ്റിനും ബാക്കിനൊക്കെ. കോമ്പറ്റീറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് പമ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പ രീതിക്ക് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മിക്ക ആൾക്കാരും കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഇതാണ് സ്റ്റേജ്. അപ്പോൾ അടിപൊളി സ്റ്റേജൊക്കെയാണ്. അത് നമ്മളെ ടൈറ്റിൽ വിന്നറിനൊക്കെയുള്ള ട്രോഫിയൊക്കെ അത് അവിടെ ഇരിപ്പുണ്ട്.
സീനിയർ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ സമയമാവാറായി. അതുകൊണ്ട് തന്നെ ഗോകുലാണെങ്കിൽ സ്ഥലത്ത് തന്നെ ടാനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അകത്തൊന്നളിയാ സാറേ ഓപ്പില്ലല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നാട്ടിലോട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇന്ന് ഫുഡൊക്കെ കഴിക്കണം. അത് ഒന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി വന്ന വഴിക്ക്. ചേട്ടാ, കോമ്പറ്റീഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗൈസ്, അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. ഒരു കിടിലം ബീഫ് ബിരിയാണി ആയിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു. കഴിച്ചതിൽ പക്ഷേ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. എന്നാലും കിടിലം ബിരിയാണി ആയിരുന്നു. നല്ല പീസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് വെച്ചാൽ ഇത് തന്നെയെന്ന് പറയാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മളവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കുറച്ച് മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഗൈസ്, പാതിരാത്രി ഐസ്ക്രീം കഴിക്കുന്ന എനിക്ക് വയ്യ. മൈൻഡൊക്കെ മാറിയിരിക്കുകയാണ് ഗൈസ്.
കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും കഴിക്കാൻ ഐസ്ക്രീം വിത്ത് ചായ. നല്ല കോംബോയാണ്. ഗൈസ് രാവിലെ തന്നെ നമ്മൾ നാട്ടിലെത്തി. അപ്പം എറണാകുളത്തെ കോമ്പറ്റീഷൻ വിശേഷങ്ങളൊക്കെ എത്തേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വെച്ച് കാണാം ഗൈസ്. അപ്പോൾ ബൈ.